മനസ്സുകളിൽ ഉന്നത ബലത്തോടു ചെന്നിടണം പര നിൻ വചനം. മന്ദമനസ്സുകളിൽ ഉന്നത ബലത്തോടു ചെന്നിടണം പര നിൻ വചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനരുൾ, നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനരുൾ ചെയ്യണമേ, കൃപ ചെയ്യണമേ, ചെയ്യണമേ, കൃപ ചെയ്യണമേ. വാഞ്ചിതമരുളിടും വാനവർക്കതിപാനി വന്നിടുക, വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കതിപാനി വന്നിടുക, വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ കെഞ്ചിടുന്നേ, വരം കെഞ്ചിടുന്നേ. അഞ്ചിടാതെ വരം കെഞ്ചിടുന്നേ. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. വാഞ്ചിതമരുളിടും വാനവർക്കതിപാനി വന്നിടുക, വരം തന്നിടുക. ഹലോ, പ്രൈസ് ലോർഡ്. എന്നുള്ള വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം. നിങ്ങൾ സുഖമായിരിക്കുന്ന കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആമേൻ നിങ്ങൾ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട്, അതിൽ വളരെ സന്തോഷം. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യണേ, മറക്കല്ലേ. ലൈക്കൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്താൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരാനിടയായിത്തീരും. പിന്നെ എഴുന്നേറ്റോ? സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നല്ലോ. 2025 ആമേൻ സ്തോത്രം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നത് 2025 സാധാരണ 2024 പോലെ തന്നെ ആമേൻ ദിവസങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും ഒരുപാട് ആമേൻ നമ്മളിതുവരെ കേട്ടില്ലാത്ത വർത്തമാനമായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത്. പുതിയ പുതിയ ന്യൂസുകൾ, പുതിയ പുതിയ എന്താ പറയുക വാർത്തകൾ നമ്മൾ കേൾക്കാൻ പോവുക അല്ലേ. ഇന്ന് വരെ നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത വാർത്തകൾ. അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേൾക്കുമ്പം ഞെട്ടിപ്പോകരുത്. പുതിയ വാർത്തകൾ നിങ്ങൾ കേൾക്കുന്ന വർഷമാണ് ഈ വർഷം. പുതിയ വാർത്തകൾ ആരും ഒരിക്കലും നിങ്ങളോട് എന്താ പറയുക പറയാത്ത വാർത്തകൾ, പുതിയ വാർത്തകൾ. ഓരോ ആണ്ടിൽ ഓരോ വർത്തമാനം. ഇരമ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഓരോ ആണ്ടിൽ ഓരോ വർത്തമാനം. എവിടെ എഴുതിയിരിക്കുന്നത്? ഇരമ്യാ പ്രവചനൻ്റെ പുസ്തകം 51-ാം അധ്യായം 45-46 വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ ജനമേ, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിൻ. യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും മറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനം കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോൾ അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത് എഴുതിയിരിക്കുക. രമ്യാവ് പറയുകയാണ്, ഈ ആണ്ടിലെ വർത്തമാനമല്ല അടുത്ത വർഷം. നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നൊരു കാലം. അതെന്താ അങ്ങനെ? അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കാൻ കാര്യം എന്താ? അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ ആളുകൾക്ക് നീതി കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടാകാം. ഇനി മറ്റൊരു കാര്യമാണ് സാഹസകൃത്യങ്ങൾ.
സാഹസകൃത്യങ്ങൾ. അത് നാട്ടിൽ നടക്കുന്ന കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ബാധിക്കുന്നതല്ലത്. ദൈവജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവജനത്തോട് പറയുകയാണ്, പുറപ്പെട്ടു പോരുവീൻ. അല്ല, 45-ാം വാക്യം, എൻ്റെ ജനമേ അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെടുവീൻ, യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും താതാൻ്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുവീൻ. സ്തോത്രം. അപ്പോൾ പ്രതിസന്ധി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുക ഇരമ്യാവ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രതിസന്ധിയെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും 2025. അത് മാത്രമല്ല, സാഹസകൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോൾ അത് കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, പേടിക്കരുത്. സ്തോത്രം. കർത്താവ് കൂടെയുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് കൂടെയുണ്ട്. എന്നാൽ ഇതൊക്കെ സംഭവിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ രാവിലത്തെ എൻ്റെ സന്ദേശം. പെട്ടെന്ന് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മിക്ക ആൾക്കാർ ഞെട്ടാം. പക്ഷെ ഞാൻ നിങ്ങൾ പറയുക, നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ഇരമ്യാവ് കരയുന്ന പ്രവാചകൻ എന്നാണ് പറയുന്നത്. ഇരമ്യാവ് കരയുന്ന പ്രവാചകനാണ്. ചില കാര്യങ്ങൾ ഇരമ്യാവ് നമ്മളോട് പറയുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. കാരണം എന്താണെന്നറിയോ? സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ നമുക്ക് മുൻകൂട്ടി അറിവ് തരികയാണ് പ്രവാചകൻ. ഇതിങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കും. നിങ്ങൾ കാലെ കൂട്ടി തയ്യാറായിട്ടിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പണ്ട് കാലത്ത്, ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല, പണ്ടൊക്കെ ഈ കോറയിൽ, കല്ല് പൊട്ടിക്കുന്ന കോറയിൽ തോട്ടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെടിമരുന്നൊക്കെ നിറച്ചിട്ട് അവരെല്ലാം വെടിമരുന്ന് നിറയ്ക്കും. ഒരുപാട് ചെറിയ സുഷിരങ്ങളുണ്ടാക്കി, പാറയ്ക്കകത്ത് സുഷിരങ്ങളുണ്ടാക്കി, തമിരടിച്ച് അത് സുഷിരങ്ങളുണ്ടാക്കി അതിനകത്ത് വെടിമരുന്നുകൾ നിറച്ച്, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവർ മേലെ കയറി വന്നിട്ട് ഒന്ന് വിളിച്ച് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിളിക്കുന്നത്? വെടിയേ എന്നും പറഞ്ഞ് വിളിക്കും. ആ വിളിക്കുന്നത് കേൾക്കുമ്പോഴേ അത് വിളിച്ച് പറഞ്ഞിട്ട് അവർ ആ കോറയുടെ ഭാഗത്തു നിന്ന് മാറി നിൽക്കുന്നത്. വിളിച്ച് പറയുക, ഒരു മുന്നറിയിപ്പ് തരിക, ഇതേ പൊട്ടാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങൾ ചെവിയും റെഡിയാക്കിയിരുന്നു, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ശരീരം സൂക്ഷിച്ചോ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് പൊട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി നമുക്ക് അറിവ് തരിക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ശ്രദ്ധിക്കണം. സാഹസകൃത്യങ്ങൾ ഒരുപാട് നടക്കും, ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഞെട്ടിപ്പോകരുത്, ഭയപ്പെടരുത്. തങ്ങളുടെ പ്രാണനെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് 45-ാം വാക്യത്തിൽ. അതാണ് നാം ചെയ്യേണ്ടത്. സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതിനും സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവാസകാലം കഴിക്കണം എന്ന് പറയാൻ വരിക. സ്തോത്രം. അതുകൊണ്ട് രാവിലെ സമയം ഭയപ്പെടരുത്, പേടിക്കരുത്. എന്നാ കേട്ടാലും ആമേൻ, എല്ലാം സംഭവിക്കാനുള്ളതാണ്. ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, പേടിയുണ്ടോ? എന്തെങ്കിലും കേൾക്കുമ്പം പേടി വരുമോ? പേടിയുണ്ടോ? പേടിക്കണ്ട, കർത്താവ് കൂടെയുണ്ട്. ആമേൻ. തെറ്റി ഒഴിയണം, എല്ലാത്തിനും തെറ്റി ഒഴിയണം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചാലോ? കണ്ണടയ്ക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തു നാം ഒരുമിച്ച് തിരുസലിലേക്ക് എടുത്തു വരുന്നു. ഈ പ്രഭാതത്തിൽ ഈ ചെറിയ സന്ദേശം അവരുടെ ഭയത്തെ മാറ്റുവാൻ, മാനസികമായി തയ്യാറെടുപ്പാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഈ രാവിലെ സമയം വരെ രാവിലെ പുത്രനും പരിശുദ്ധാത്മാവ് നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമായി തീരട്ടെ. അവരുടെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഇന്ന് സംഭവിക്കാൻ പോകുന്ന സകലത്തിനും തെറ്റി ഒഴിയുവാൻ കർത്താവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപ ചെയ്യണം. പ്രാർത്ഥന ഞാനും കേട്ട നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഭയപ്പെടരുത്, പേടിക്കരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് നടത്തി തരുവാൻ
ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.